ഗുഡ് ഈവനിങ് ടു ഓൾ. ഓക്കെ, ഏതാണ്? ജാലിയൻ വാലാബാഗ് അല്ലേ? പാഠം 10 ജാലിയൻ വാലാബാഗ്. ഒന്നുകൂടി വായിക്കാം അവിടം വരെ മിസ്. ഭാരതീയരായ നമ്മൾ 1947 മുമ്പ് 1.5 ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിന് കീഴിലാണ് കഴിഞ്ഞു വന്നത്. അവരുടെ കിരാതഭരണം നമ്മെ വളരെയധികം പീഡിപ്പിച്ചു. ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തുന്നത്. 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നടുനായകനായി രംഗത്ത് വന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു അതിന്റെ തുടക്കം. നീലം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീലം കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ മക്കളെ? ഓക്കെ, എല്ലാവരും ഇനി ഞാൻ ഇന്ന് പ്രത്യേകിച്ച് പറയില്ല. നമ്മൾ ഇതുവരെ പഠിപ്പിച്ച ഭാഗങ്ങൾ നിങ്ങൾ 2-3 തവണ നിർബന്ധമായും വായിക്കണം. എന്നിട്ട് അതിന്റെ ഒരു നല്ല ഓഡിയോ ക്ലിപ്പ് ഇട്ട് തരണം എന്ന് പറഞ്ഞ് ചുരുക്കം ചില കുട്ടികളെ എനിക്കത് ഇട്ട് തരുന്നുള്ളൂ. ഓക്കെ, ഇനി എല്ലാ ദിവസവും അത് റിപ്പീറ്റ് ചെയ്യില്ല, ഓഡിയോ സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചോ. 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില ആക്രമണങ്ങൾ നടത്താൻ ഇടയായി. ആക്രമണം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിചാർജും വെടിവയ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. അപ്പൊ എന്താ പറഞ്ഞത് ഇതില്? 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. എന്തായിരുന്നു അതിന്റെ പേര്? റൗലറ്റ് ആക്ട് അല്ലെ? റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. അണ്ടർലൈൻ ചെയ്തോട്ടോ. 1919 റൗലറ്റ് ആക്ട് നിയമം അല്ലെ? ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില ആക്രമണങ്ങൾ നടത്താൻ ഇടയായി. ആക്രമണം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിചാർജും വെടിവയ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു അല്ലെ? റൗലറ്റ് ആക്ട് എന്നായിരുന്നു 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന നിയമം കൊണ്ടുവന്നു. അതാണ് റൗലറ്റ് ആക്ട് അല്ലെ? അപ്പോ ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില അക്രമങ്ങൾ നടത്താൻ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിചാർജും വെടിവയ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. നാടെങ്ങും പ്രതിഷേധം ഇരമ്പി. ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു അല്ലെ? ജനറൽ ഡയറ് പട്ടാള മേധാവിയായ ജനറൽ ഡയറ് ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ഇതോടെയോ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു അല്ലെ? അതുകൊണ്ട് ആളൊന്നും കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇത് അയാള് പാസാക്കി അല്ലെ? അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ പ്രതിഷേധിക്കാൻ, ഏത് കിരാതവാഴ്ചയില്? ആൾക്കാരൊന്നും ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി ജനറൽ ഡയറ് പ്രഖ്യാപിച്ചു അല്ലെ? ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയില് പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. എപ്പോഴാണ്? 1919 ഏപ്രിൽ 13 എവിടെ? പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ. അണ്ടർലൈൻ ചെയ്യണം മക്കളത്. ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? ആ മൈതാനത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനും എല്ലാം ചെറിയൊരു ഇടുങ്ങിയ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു അല്ലെ. 20,000-ലധികം പേര് ആ മൈതാനത്ത്, ചെറിയൊരു വഴിയേ ഉള്ളൂ എന്ന് ഓർമ്മിക്കണേ, അപ്പൊ അതില് തടിച്ചുകൂടിയിരുന്നു. യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി അവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. അല്ലെ, യോഗം നിർത്തിവെക്കാനോ ഒന്നും ആവശ്യപ്പെട്ടില്ല. 20,000-ലധികം പേര് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്, വൃദ്ധരും കുട്ടികളും സ്ത്രീകളും ഒക്കെ അടങ്ങിയവര്. അപ്പോ അവിടത്തേക്ക് എന്ത് ചെയ്തു? യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരായുധരായ എന്ന് പറഞ്ഞ എന്താണ്? ആയുധമില്ലാത്തവരുടെ നേർക്ക് എന്ത് ചെയ്തു? നിറയൊഴിച്ചു അല്ലെ. ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ ജനറൽ ഡയർ കൽപ്പന നൽകി. പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുരുതുരാ ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ച് ഓട്ടമായി. ചെറിയൊരു വാതിലല്ലേ ഉള്ളൂ, അപ്പൊ പരക്കെ ഓടാനും പറ്റില്ല. ആ വാതിലിനുള്ളിൽ പറ്റുന്നവർക്കല്ലേ ഓടാൻ പറ്റൂ. അപ്പൊ അങ്ങനെ പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് എന്ത് ചെയ്തു? വെടിയുണ്ടകൾ തുരുതുരാ ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ച് ഓട്ടമായി. പക്ഷെ എവിടേക്ക് പോകാൻ? 10 മിനിറ്റ് നേരം കൊണ്ട് 1516 ആളുകൾ അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ചവിടെ വീണു കിടപ്പുണ്ടായിരുന്നു അല്ലെ. ഇത്രയും ആള് കൂടിയ സ്ഥലമാണ്, അതിലേക്കാണ് നിറയൊഴിക്കുന്നത് അല്ലെ. വെടിയുണ്ടകള് തുരുതുരാ എന്നാ പറയുന്നത്. അപ്പോ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയും ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം പേരും അവിടെ മരിച്ചു വീണു. നിരായുധരുമായിരുന്നു അവര്. അവർക്ക് പ്രതികരിക്കാൻ ഒന്നും കഴിവില്ല. അപ്പോ അവര് മരിച്ചു വീണു. ഇപ്പൊ എത്ര പേരെന്നാ പറഞ്ഞേ? 10 മിനിറ്റ് നേരം കൊണ്ട് 1516 ആളുകൾ അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അവിടെ വീണു കിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി മനുഷ്യക്കുരുതി പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്നത് അല്ലെ, ഭാരതത്തിൽ അതിനു മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രി എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാനിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത് അല്ലെ. നരാധമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്നവരല്ലേ, കൊല്ലുന്ന അയാള്. അപ്പൊ അയാൾ എന്താ ശ്രമിച്ചത്? നീചമായ പ്രവൃത്തി അല്ലെ. നീചം എന്ന് പറഞ്ഞാൽ എന്താണ്? മോശമായ പ്രവൃത്തി അല്ലെ. നീചമായ പറഞ്ഞാല് തരം താഴ്ന്ന പ്രവൃത്തി ആണ് അദ്ദേഹം ചെയ്തത് അല്ലെ. ഇത്രയും നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിച്ചു. അപ്പോ അവിടെ ഒരുപാട് പേര് മരിച്ചു വീണു. രക്ഷപ്പെടാനുള്ള വഴിയും ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം പേരും മരിച്ചു വീണു. കുറെ പേർക്ക് പരിക്കേറ്റു. രക്തത്തിൽ കുളിച്ച് കിടക്കുന്നവരെ ആശുപത്രി എത്തിക്കാൻ പോലും അയാൾ തയ്യാറായില്ല. പിന്നെന്ത്? നിശാനിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാണ് ആ നരാധമൻ മനുഷ്യരെ കൊല്ലുന്ന, നരൻ എന്ന് പറഞ്ഞ മനുഷ്യരല്ലേ, നരാധമൻ മനുഷ്യരെ കൊല്ലുന്ന ആള് ശ്രമിച്ചത്. അപ്പോ ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയിൽ അപലപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവി, ഈ സംഭവമാണ് എന്ത്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. നിങ്ങൾ ഹിസ്റ്ററിയിൽ ഇനി മുതിർന്ന ക്ലാസ്സിലാവുമ്പോ നിങ്ങൾ സോഷ്യലിലെല്ലാം പഠിക്കും കേട്ടോ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി. അപ്പോ പഞ്ചാബിലെ ജാലിയൻവാലാബാഗ് എന്ന സ്ഥലത്ത് 1919 ഏപ്രിൽ 13 അല്ലെ നടന്ന സംഭവമാണിത്. അപ്പോ അതിനെക്കുറിച്ച് ഇതിൽ വിശദമായി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയില്, ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചു അല്ലെ. ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ, അപലപിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയില്ലേ? ആക്ഷേപിക്കുക എന്നാണ്. അപലപിച്ചു പറഞ്ഞാല് ആക്ഷേപിച്ചു. അപ്പൊ ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയിൽ, ശക്തമായ ഭാഷയിൽ തന്നെ ആക്ഷേപിച്ചു അല്ലെ. ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിനെ അറിയില്ല എല്ലാവർക്കും? ആരാ രവീന്ദ്രനാഥ ടാഗോർ? ഓക്കെ, എന്താ ഹന്ന? ആരാ രവീന്ദ്രനാഥ ടാഗോർ? കവിയാണ്. ജനഗണ
നമ്മുടെ നാഷണൽ ആന്തം എഴുതിയ വ്യക്തിയാണ്. അപ്പോ അവർക്ക് എന്താണ് പറഞ്ഞത്? ബ്രിട്ടീഷ് ഭരണകൂടം തനിക്ക് നൽകിയ, അദ്ദേഹത്തിന് നൽകിയ സർ പദവി സ്ഥാനം അദ്ദേഹം ഉപേക്ഷിച്ചു. ഈ നരഹത്യയില് പ്രതിഷേധിച്ചിട്ട് അവര് സർ എന്നൊരു ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. അത് രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചു. ടാഗോറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഇംഗ്ലീഷുകാരൻ CF ആൻഡ്രൂസ് ഈ ക്രൂരത കണ്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞു. അല്ലെ, ഇംഗ്ലീഷുകാരനായ ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ആൾക്കും വല്ലാത്ത വിഷമമുണ്ടായി. ബ്രിട്ടനിലെ പുരോഗമന ആശയക്കാരെല്ലാം ഈ കൂട്ടക്കുരുതിയെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ചില യാഥാസ്ഥിതികരാകട്ടെ ജനറൽ ഡയറെ വാനോളം എന്ന് പറഞ്ഞാൽ ആകാശത്തോളം പുകഴ്ത്തി. എങ്കിലും ലോക മനസാക്ഷിയുടെ മുന്നിൽ അയാൾ ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കും. അല്ലെ, ജർമ്മനിയിലെ ഹിറ്റ്ലറിനെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കും ആര്? ജനറൽ ഡയർ എന്ന ആള്. അല്ലെ, പട്ടാള മേധാവി എന്നും വെറുക്കപ്പെട്ടവനായി നിലകൊള്ളും. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പാഠം. എന്താണ് പാഠത്തിൽ എന്താ ഇപ്പം പറഞ്ഞത്? ജാലിയൻ വാലാബാഗ്. അല്ലെ, എന്താ പാഠത്തിന്റെ പേര്? ജാലിയൻ വാലാബാഗ്. അല്ലെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ 1919 ഡേറ്റും പറയുന്നുണ്ട്. ഏപ്രിൽ 13 ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെ, അപ്പൊ കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. യോഗം നടന്നുകൊണ്ടിരിക്കെ എന്ത് ചെയ്തു? ജനറൽ ഡയർ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി അവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ച് യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ എന്ത് ചെയ്തു? നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിച്ചു. ഈ സംഭവമാണ് എന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അല്ലെ, ആരുടെ നേതൃത്വത്തിലായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ. അല്ലെ, അപ്പൊ ജനറൽ ഡയർ എന്ന പട്ടാള മേധാവി നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിച്ചു. ഈ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. അല്ലെ, അതാണ്. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ചിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സർ എന്ന അദ്ദേഹത്തിന്റെ പദവി, ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് നൽകിയ പദവിയായ സർ ബഹുമതി ഉപേക്ഷിച്ചു. അല്ലെ, അതുപോലെ ഈ നരഹത്യ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും ശക്തമായ ഭാഷയിൽ തന്നെ ആക്ഷേപിച്ചു, അല്ലെ, അപലപിച്ചു. അപ്പൊ ഇതാണ് ജാലിയൻ വാലാബാഗ് എന്ന് നമ്മളെ പാഠത്ത് പറയുന്നത്. അപ്പോ ഇതില് ഒന്നുകൂടി വായിക്കാം. ഇന്നെടുത്ത ഭാഗം 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം പാസാക്കി. അതിന്റെ പേരെന്തായിരുന്നു? റൗലറ്റ് ആക്ട്. അല്ലെ, അതിന്റെ പേരെന്തായിരുന്നു? റൗലറ്റ് ആക്ട്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില അക്രമങ്ങൾ നടത്താൻ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിച്ചാർജും വെടിവയ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. നാടെങ്ങും പ്രതിഷേധം ഇരമ്പി. ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ യോഗം ചേരുന്നത്. അല്ലെ, യോഗം ചേരുന്നതും അതിൽ പറയുന്നുണ്ട് നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു. അല്ലെ, ആളുകൾ ഒന്നിച്ചു കൂടുന്നത്. അപ്പൊ ആ സമയത്താണ് ബ്രിട്ടീഷുകാരുടെ ഈ കിരാതഭാഷയിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് 1919 ഭാരതീയരായ പൗരന്മാർ ഒന്നിച്ചു കൂടിയത്. അല്ലെ, 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി അവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരായുധരായ ഭാരത മക്കളുടെ മേൽ
നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുരുതുരാ ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ച് ഓട്ടമായി. പക്ഷേ എവിടേക്ക് പോകാൻ? 10 മിനിറ്റ് നേരം കൊണ്ട് 1516 ആളുകൾ അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അവിടെ വീണു കിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി ഭാരതത്തിൽ അതിനു മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രി എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാനിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. അപ്പൊ ഇതിലെന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ നോക്കണേ. ഇതില് നിരായുധം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ആയുധമില്ലാത്തവര്. നീചൻ എന്ന് പറഞ്ഞാൽ തരം താഴ്ന്നത്. നരാധമൻ അധപ്പതിച്ച മനുഷ്യൻ. കൂട്ടക്കുരുതി കൂട്ടക്കൊല അല്ലെ. മേധാവി നായകൻ. കോപാകുലരായ എന്ന് പറഞ്ഞാൽ എന്താണ്? കോപിഷ്ഠ, ദേഷ്യം വന്നവര്. ഭീഷണിപ്പെടുത്തുക, പേടിപ്പിക്കുക അല്ലെ. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, സത്യത്തെ മുറുകെ പിടിക്കൽ. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യത്തെ മുറുകെ പിടിക്കൽ. ഓക്കെ ഗ്രേസി, അത് തന്നെ. ഓക്കെ, അപ്പൊ അടുത്ത എവിടെയാ വായിച്ചെത്തിയേ? ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി ഭാരതത്തിൽ അതിന് മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രി എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല അല്ലെ. ജനറൽ ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാനിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയില് അപലപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഭരണകൂടം തനിക്ക് നൽകിയ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ടാഗോറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഇംഗ്ലീഷുകാരൻ CF ആൻഡ്രൂസ് ഈ ക്രൂരത കണ്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ബ്രിട്ടനിലെ പുരോഗമനാശയക്കാരെല്ലാം ഈ കൂട്ടക്കുരുതിയെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ചില യാഥാസ്ഥിതികരാകട്ടെ ജനറൽ ഡയറെ വാനോളം പുകഴ്ത്തി. എങ്കിലും ലോക മനസാക്ഷിയുടെ മുന്നിൽ അയാൾ ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കും. ഇതാണ് നമ്മുടെ പാഠം. ഓക്കെ, അപ്പോ ഇതെന്ത് ചെയ്യണം? നല്ല പോലെ ഈ പാഠം 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കണം. എന്നാലേ നല്ലപോലെ വായിക്കാൻ പറ്റൂ ചില കുട്ടികൾക്ക്. അപ്പൊ വായിക്കാൻ പറ്റാത്ത കുട്ടികൾ ഒരുപാട് തവണ വായിച്ചതിന് ശേഷം ഒരു ഓഡിയോ ക്ലിപ്പ് മിസ്സിൽ സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പൊ ഇന്നാരെ ഇത് വായിക്കുന്നെന്ന്? ഹന്ന മാത്രമേ ഉള്ളൂ തയ്യാറ്? അറിയാനില്ലേ? ഓക്കെ, ഹന്ന എന്നാ വായിച്ചു. ഇന്ന് എടുത്തോട്ടല്ലേ വായിക്കണ്ടേ? മുഴുവൻ വായിച്ച മോളെ ഒന്ന്. പകുതിയാകുമ്പം ശ്രദ്ധിക്കണം. പാഠം 10 ജാലിയൻ വാലാബാഗ്. ഭാരതീയരായ നമ്മൾ 1947 മുൻപ് 1.5 ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിന് കീഴിലാണ് കഴിഞ്ഞുവന്നത്. അവരുടെ കിരാത ഭരണം നമ്മെ വളരെയധികം പീഡിപ്പിച്ചു. ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തുന്നത്. 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നടുനായകനായി രംഗത്തു വന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തു നിന്നായിരുന്നു അതിന്റെ തുടക്കം. നീലം ഉൽപ്പാദിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീലം കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില ആക്രമണങ്ങൾ നടത്താൻ ഇടയായി. ആക്രമണം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിചാർജും വെടിവെപ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു.
നാടെങ്ങും പ്രതിഷേധം ഇരമ്പി. ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 25,000-ത്തിലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി അവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിനു മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുരതുര ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ച് ഓട്ടമായി. പക്ഷെ എവിടേക്കു പോകാൻ? 10 മിനിറ്റ് നേരം കൊണ്ട് 1516 ആളുകൾ അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അവിടെ വീണുകിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി ഭാരതത്തിൽ അതിനു മുൻപോ പിമ്പോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാ നിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയിൽ അപലപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഭരണകൂടം തനിക്ക് നൽകിയ സർ എന്ന സ്ഥാനം ഉപേക്ഷിച്ചു. ടാഗോറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഇംഗ്ലീഷുകാരൻ C.F. ആൻഡ്രോസ് ഈ ക്രൂരത കണ്ട് നെഞ്ചുപൊട്ടി കരഞ്ഞു. ബ്രിട്ടനിലെ പുരോഗമനാശയക്കാരെല്ലാം ഈ കൂട്ടക്കുരുതിയെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ചില യാഥാസ്ഥിതികരാകട്ടെ ജനറൽ ഡയറെ വാനോളം പുകഴ്ത്തി. എങ്കിലും ലോക മനസാക്ഷിയുടെ മുന്നിൽ അയാൾ ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കും. ഞാനും വായിക്കാം. മുഹമ്മദ് കെ. പാഠം 10 ജാലിയൻ വാലാബാഗ്. ഭാരതീയരായ നമ്മൾ 1947 മുൻപ് 1.5 ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിന് കീഴിലാണ് കഴിഞ്ഞു വന്നത്. അവരുടെ കിരാതഭരണം വളരെയധികം പീഡിപ്പിച്ചു. ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തുന്നത്. 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നടുനായകനായി രംഗത്തു വന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു അതിന്റെ തുടക്കം. നീലം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ ചെൽപ്പടിയിൽ നിൽക്കാതെ കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീല കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. 1919 ഭാരതീയരുടെ പൗരസ്ത്യ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില അക്രമങ്ങൾ
നടത്താൻ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടുവെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിച്ചാർജും വെടിവെപ്പും നടന്നു. സമര ഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. നാടെങ്ങും പ്രതിഷേധം ഇരമ്പി. ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം സമാധാനത്തിന് വേണ്ടിയുള്ള ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതു യോഗം ചേരുന്നതു നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻവാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനും ഇടങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ത്തിലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി അവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിനു മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു പോലും ചെയ്യാതെ നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. ഓക്കെ മോനെ, നെക്സ്റ്റ് സായി കൃഷ്ണ. പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുരുതുരാ ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ചു ഓട്ടമായി. പക്ഷേ എവിടേക്ക് പോകാൻ? 10 മിനിറ്റിനു നേരം കൊണ്ട് 1516 അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അവിടെ വീണു കിടക്കുന്നുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി ഭാരതത്തിൽ അതിനു മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയിൽ അപലപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷ് ഭരണകൂടം തനിക്ക് നൽകിയ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ടാഗോറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഇംഗ്ലീഷുകാരൻ CF ആൻഡ്രൂസ് ഈ ക്രൂരത കണ്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ബ്രിട്ടനിലെ പുരോഗമനക്കാരെല്ലാം ഈ കൂട്ടക്കുരുതിയെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ചില
അമേരിക്കരാകട്ടെ ജനറൽ ഡയറെ വാനോളം പുകഴ്ത്തി. എങ്കിലും ലോക മനസാക്ഷിയുടെ മുന്നിൽ അയാൾ ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കും. നെക്സ്റ്റ് ഷഹബാസ്. പാഠം 10 ജാലിയൻ വാലാബാഗ്. ഭാരതീയരായ നമ്മൾ 1947 മുമ്പേ ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തുന്നത്. 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നടുനായകനായി രംഗത്ത് വന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തു നിന്നായിരുന്നു അതിന്റെ തുടക്കം. നീലം ഉൽപ്പാദിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീലം കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ചില ആക്രമണങ്ങൾ നടത്താൻ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിച്ചാർജും വെടിവെപ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. നാടെങ്ങും പ്രതിഷേധം. മക്കളെ സമയം കഴിഞ്ഞു മക്കളെ. ഓക്കെ ബൈ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലപോലെ വായിച്ചിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് മിസ്സിന് സെൻഡ് ചെയ്ത് തരണേ. എല്ലാ മക്കളും വായിക്കാൻ നല്ലപോലെ പഠിച്ചതിന് ശേഷം തെറ്റാതെ ഉള്ളത്. ഓക്കെ ബൈ.